Hello all, we can see some more agile methods in this video lecture. One of such method is Scrum. Scrum is an agile software development method that was conceived by Jeff Sutherland and his development team in the early 1990s. Jeff Sutherland team members കൂടി develop ചെയ്ത ഒരു agile software development method ആണ് Scrum. ഇപ്പൊ ഭയങ്കര popular ആണ് ഈ Scrum എന്ന് പറഞ്ഞ method. Scrum principles are consistent with Agile Manifesto. Agile principles ആയിട്ട് വളരെ correlated ആണ് Scrumന്റെ principles. Scrum principles framework activities are requirements, analysis, design, evolution, delivery. Scrum എന്ന് പറഞ്ഞ മെത്തേഡിന്റെ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ് ആണ് താഴെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. Requirements collection, analysis, design, evolution. Evolution means coding, testing, and delivery. Within each framework activity, work tasks occur within a process pattern called the sprint. Scrum method ഒരു പെർട്ടിക്കുലർ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റിയുടെ അകത്ത് കണ്ടക്ട് ചെയ്യുന്ന ടാസ്കുകൾ ഒരു പെർട്ടിക്കുലർ പ്രോസസ് പാറ്റേണിലാണ് ഒക്കെ അറിയാം. ആ പ്രോസസ് പാറ്റേൺ സ്പ്രിന്റ് എന്നാണ് പറയുക. അതായത് ഒരു ഐട്രേഷനിൽ ചെയ്യുന്ന ടാസ്കുകളെയൊക്കെ നമുക്കൊരു പെർട്ടിക്കുലർ പ്രോസസ് പാറ്റേൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. ആ പ്രോസസ് പാറ്റേണെയാണ് സ്പ്രിന്റ് എന്ന് പറയുന്നത്. സ്ക്രം മെത്തേഡിൽ യൂസ് ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ് sprint എന്ന് പറഞ്ഞ terminology. The work conducted within a sprint is adapted to the problem defined and modified in real time by the Scrum team. So, ഓരോ സ്പ്രിന്റിലും ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ടാസ്കുകൾ ഓരോ പ്രോജക്ട് ഡിപ്പെൻഡന്റ് ആയിട്ടായിരിക്കും. അപ്പോൾ ആ ആക്ടിവിറ്റീസ് സ്ക്രം ടീം എന്ത് ചെയ്യും? ഓരോ പ്രോജക്റ്റിനും വേണ്ടിയിട്ട് റിയൽ ടൈം വർക്കിന് വേണ്ടിയിട്ടൊന്ന് മോഡിഫൈ ചെയ്യും. The number of sprints required for each framework activity will vary depending on product complexity and size. എത്ര സ്പ്രിന്റ്സ് വേണം അത് ഓരോ പ്രോജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് വേരി ചെയ്യും. പ്രൊഡക്റ്റിന്റെ കോംപ്ലക്സിറ്റിയും സൈസിനെയും എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് വേരി ചെയ്യും. This is Scrum process workflow. ഒരു Scrum പ്രോസസ്സിന്റെ workflow ആണ് ഇവിടെ കാണിക്കുന്നത്. പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് ആദ്യമേ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ പ്രൊഡക്റ്റിന് വേണ്ട ഫീച്ചേഴ്സ് കസ്റ്റമർ ആഗ്രഹിക്കുന്ന ഫീച്ചേഴ്സ് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് എന്ന് പറയുന്നത്. ഇതിലെ ഒരു പെർട്ടിക്കുലർ ഫീച്ചർ ആണ് നമ്മൾ സ്പ്രിന്റിലോട്ട് അതായത് ഇപ്പൊ ചെയ്യാൻ പോകുന്ന ടാസ്കിലോട്ട് അസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനെ സ്പ്രിന്റ് ബാക്ക്ലോഗ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫ്രം ദ പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് ആദ്യം ഹയർ പ്രയോറിറ്റി ഉള്ളതായിരിക്കാം നോർമലി ചൂസ് ചെയ്യുക ഡിപ്പെൻഡിങ് ഓൺ പ്രോജക്ട്. സോ ഒരു പെർട്ടിക്കുലർ ഫീച്ചർ നമ്മൾ സ്പ്രിന്റിലോട്ട് അസൈൻ ചെയ്യാൻ പോവുകയാണ്. സോ വിൽ ക്രിയേറ്റ് എ സ്പ്രിന്റ് ബാക്ക്ലോഗ്. Then backlog items are expanded by the team. ഇതിൽ ജസ്റ്റ് ഫീച്ചേഴ്സ് ആണല്ലോ പറയുന്നത്. ആ ബാക്ക്ലോഗിൽ പറയുന്ന ഫീച്ചേഴ്സിനെ സ്ക്രം ടീം എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ അത് പിന്നെ ഓരോ ഫേസ് വഴി അതായത് റിക്വയർമെന്റ്സ് ഇതിലെ റിക്വയർമെന്റ്സ് ഒന്നും കൂടി മോണിറ്റർ ചെയ്യും, അനലൈസ് ചെയ്യും, ഡിസൈൻ ചെയ്യും, എവല്യൂഷൻ ചെയ്യും, ടെസ്റ്റിംഗ് ചെയ്യും, അത് കഴിഞ്ഞ് ഡെലിവറി ചെയ്യും. ആ ഒരു ഐട്രേഷൻ കഴിയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു ഫങ്ഷനാലിറ്റി നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കിട്ടും. ആ ഒരു എൻഡ് ഓഫ് സ്പ്രിന്റ് ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി കഴിയുമ്പോഴേക്കും ഒരു പെർട്ടിക്കുലർ ഫങ്ഷനാലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും. ദെൻ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി മാക്സിമം ഒരു സ്പ്രിന്റിന്റെ അതായത് ഒരു പെർട്ടിക്കുലർ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ഐട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന മാക്സിമം ടൈം ആണ് പറഞ്ഞിരിക്കുന്നത് 30 days. ആൻഡ് ഇൻ ദിസ് every 24 hours സ്ക്രം ടീം മെമ്പേഴ്സ് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും. ആ സ്ക്രം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ലെങ്തി മീറ്റിംഗ് ഒന്നും ആകണമെന്നില്ല. ഒരു 15 minutes മീറ്റിംഗ് ഒക്കെ ആകാം. അതായത് ആ സ്ക്രം മീറ്റിംഗിൽ അത്രയും ആ ഒരു പെർട്ടിക്കുലർ ഡേയിൽ അവർ ഫേസ് ചെയ്ത പ്രോബ്ലംസ് അവരെന്തൊക്കെ ഡെവലപ്പ് ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രൊജക്ടിന്റെ പ്രോഗ്രസ് ഒക്കെ ഡേ ബൈ ഡേ അനലൈസ് ചെയ്യാനാണ് ഈ സ്ക്രം മീറ്റിംഗ് ഡെയിലി കണ്ടക്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഹൗ എ സ്ക്രം പ്രോസസ് ഫ്ലോ ഇസ് ഡൺ. Now we will see in detail what is backlog and sprints. Backlog, a prioritized list of project requirements or features that provide business value for the customer. Customer ആഗ്രഹിക്കുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അവരുടെ റിക്വയർമെന്റ്സ് പ്രയോറിറ്റി ബേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ലിസ്റ്റിനെയാണ് ബാക്ക്ലോഗ് എന്ന് പറയുന്നത്.
Items can be added to backlog at any time. Scrum method ൽ നമുക്ക് ബാക്ക്ലോഗിലോട്ട് requirements എപ്പോൾ വേണമെങ്കിൽ add ചെയ്യാം. The product manager assesses the backlog and updates priorities as required. So ഇതിലോട്ട് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് requirements add ചെയ്യാം. ആ add ചെയ്യുന്നതിനെ ബേസ് ചെയ്ത് product manager ആ backlog ഒന്ന് assess ചെയ്യും. അത് കഴിഞ്ഞിട്ട് priorityയിൽ വേണ്ട changes എല്ലാം update ചെയ്യും. Sprints consist of work units that are required to achieve a requirement defined in the backlog that must be fit into a defined time box, typically 30 days. Already പറഞ്ഞായിരുന്നു ആ ഒരു workflow കാണിച്ചപ്പോൾ സ്പ്രിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഫ്രെയിംവർക്ക് ആക്ടിവിറ്റിയിൽ ചെയ്യുന്ന സബ് ടാസ്കുകൾ അല്ലെങ്കിൽ വർക്ക് യൂണിറ്റ്സിനെയാണ് നമ്മൾ സ്പ്രിന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്പ്രിന്റ്സിന്റെ ഒരു സ്പ്രിന്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്ക്ലോഗിൽ ഒരു പെർട്ടിക്കുലർ ഫീച്ചർ അല്ലെങ്കിൽ ഒരു റിക്വയർമെന്റ് എങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് ഒരു സ്പ്രിന്റിന് മാക്സിമം എടുക്കുന്ന ടൈം സ്പാൻ 30 days ആണ്. Then Scrum meetings which are conducted daily ഒരു 15 minutes meeting conduct ചെയ്യും എന്ന് പറഞ്ഞു. ആ മീറ്റിംഗ്സിന്റെ ഫീച്ചേഴ്സിൽ നോക്കാം. Scrum meetings are short meetings held daily by the Scrum team. Scrum team daily conduct ചെയ്യുന്ന ഒരു short meetingനെയാണ് Scrum meeting എന്ന് പറയുന്നത്. 3 key questions are asked and answered by all team members. ഓരോ Scrum meetingലും 3 major questions ആണ് ചോദിക്കുന്നതും ആൻസർ ചെയ്യുന്നതും. And what are those questions? What did you do since the last team meeting? ഇത് 24 hours before ഒരു സ്ക്രം മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഒബ്സ്റ്റക്കിൾസ് ആർ യു എൻകൗണ്ടറിങ്? നിങ്ങൾ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസോ ഫേസ് ചെയ്യുന്നുണ്ടോ? വാട്ട് യു പ്ലാൻ ടു അക്കംപ്ലിഷ് ബൈ നെക്സ്റ്റ് ടീം മീറ്റിംഗ്? ഇതിനു മുമ്പ് തൊട്ട് മുമ്പത്തെ സ്ക്രം മീറ്റിംഗ് കഴിഞ്ഞ് എന്ത് ചെയ്തു? എന്തൊക്കെ പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്തു? ഒരു 24 hours കഴിഞ്ഞാൽ again there will be a scrum meeting അല്ലെ? അപ്പൊ ആ സ്ക്രം മീറ്റിംഗ് ആകുമ്പോഴേക്കും നിങ്ങൾ എന്തൊക്കെ പ്ലാൻസ് ആണ് അക്കംപ്ലിഷ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ടാസ്ക് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇത്രയുമാണ് ഒരു സ്ക്രം മീറ്റിംഗിൽ ചോദിക്കുന്ന 3 major questions and ഇതിന്റെ ആൻസേഴ്സ് എല്ലാ ടീം മെമ്പേഴ്സിന്റെ ഉണ്ടായിരിക്കണം. Scrum meetings in detail. A leader called a Scrum Master leads a meeting and assesses the response from each person. ഈ സ്ക്രം മീറ്റിംഗിന് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു ലീഡർ ഉണ്ട്. ആ ലീഡറിനെ സ്ക്രം മാസ്റ്റർ. ഹി വിൽ ബി ഒബ്വിയസ്ലി എ ടീം ലീഡർ. ടീം ലീഡർ ആണ് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുക. അതുപോലെ ഓരോ ടീം മെമ്പേഴ്സിൽ നിന്നുള്ള റെസ്പോൺസസ് അസസ് ചെയ്യും. അവര് എന്താണ് പ്രീവിയസ് 24 hours ചെയ്തത്, എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്തു, നെക്സ്റ്റ് 24 hours അവരുടെ പ്ലാൻ എന്താണ്, ഇതിനെക്കുറിച്ചുള്ള ഒരു അസസ്മെന്റ് ആണ് സ്ക്രം മാസ്റ്റർ അസസ് ചെയ്യുക. The Scrum meeting helps the team to uncover potential problems as early as possible. അതായത് ഒരു സ്പ്രിന്റിന്റെ ടൈം 30 days ആണ് മാക്സിമം പോണേ. അപ്പൊ ഇതില് 24 hours ഈ സ്ക്രം മീറ്റിംഗ് കൂടുമ്പോൾ അവർക്ക് ഓരോ ഡേയിലും ഫേസ് ചെയ്യേണ്ട പ്രോബ്ലംസ് അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റിൽ അവർ ഫേസ് ചെയ്യാൻ പോകുന്ന റിസ്കുകൾ പെട്ടെന്ന് അൺകവർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റും. Also, these daily meetings lead to knowledge socialization and thereby promote a self-organizing team structure. ഈ ഒരു ഡെയിലി മീറ്റിംഗ് കഴിയുമ്പോൾ ഓരോരുത്തർ ചെയ്ത ടാസ്കുകൾ എന്താണെന്ന് അവർ ക്ലിയർ ആയിട്ട് ആ മീറ്റിംഗിൽ പറയുകയാണ്. അപ്പൊ അവർ ചെയ്ത ടാസ്കുകൾ റിവീൽ ചെയ്യുമ്പോൾ അവരുടെ നോളേജ് ഒന്ന് സോഷ്യലൈസ് ചെയ്യാണ്. അതായത് അവർ ചെയ്ത വർക്ക് ബാക്കിയുള്ളവരൊന്ന് അറിയുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ടീമിനകത്ത് ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതേപോലെ ആ ടീമിൽ ഒരു ഓർഗനൈസിങ്, ഒരു കൊളാബറേഷനും കോർഡിനേഷനും ഒക്കെ കൊണ്ടുവരാനും പറ്റും. Demos are something deliver the software increment to the customer so that functionality that has been implemented can be demonstrated and evaluated by the customer. ഓരോ സ്പ്രിന്റ് കഴിയുമ്പോൾ കസ്റ്റമേഴ്സിന് ഡെലിവർ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഇൻക്രിമെന്റിനെ സ്ക്രം മെത്തേഡിൽ പറയുന്ന ഒരു ടേം ആണ് ഡെമോസ് എന്ന് പറയുന്നത്. സോ ഡെമോസ് കിട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാം? അത് യൂസ് ചെയ്യാം, അത് ഇവാലുവേറ്റ് ചെയ്യാം, അതിന്റെ ഫീഡ്ബാക്ക് സ്ക്രം ടീം മെമ്പേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യാം.
Demos may not contain all planned functionality, but rather those functions that can be delivered with time box that was established. എല്ലാ ഫങ്ഷനാലിറ്റീസും ഒരു ഡെമോയിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. നമ്മളുടെ ആ ടൈം ബോക്സിൽ, അതായത് 30 days ആണ് ടൈം ബോക്സ് എങ്കിൽ ആ 30 daysൽ എന്താണ് ഡെലിവർ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഫങ്ഷനാലിറ്റീസ് ആണ് ഡെലിവറബിൾ ഫോമിലേക്ക് കൊടുക്കാൻ പറ്റുന്നത്, അതാണ് എപ്പോഴും ഡെമോയിൽ ഉണ്ടാവുക. Next method, adaptive software development, ASD, and adaptive steps. ഇതിൽ കുറച്ച് adaptive steps follow ചെയ്യുന്നുണ്ട്. What are those adaptive steps എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Project initialization, determine the intent of project. Projectന്റെ purpose എന്താണ് മനസ്സിലാക്കുകയാണ് project initialization എന്ന് പറഞ്ഞ ആ ഒരു particular stepൽ ചെയ്യുന്നത്. Determine the project time box. ആ പ്രോജക്റ്റ് എത്ര ഡ്യൂറേഷനിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഡിറ്റർമിൻ ചെയ്യുക അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഡിറ്റർമിൻ ഒപ്റ്റിമൽ നമ്പർ ഓഫ് സൈക്കിൾസ് ആൻഡ് ടൈം ബോക്സ് ഫോർ ഈച്ച്. ഓരോ ഐട്രേഷൻ എത്ര ടൈം വേണം, അതേപോലെ എത്ര നമ്പർ ഓഫ് ഐട്രേഷൻസ് വേണ്ടി വരും ആ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. അതാണ് ഡിറ്റർമിൻ ഒപ്റ്റിമൽ നമ്പർ ഓഫ് സൈക്കിൾസ് ആൻഡ് ഓരോ സൈക്കിളിന് വേണ്ട ടൈം സ്പാനും കമ്പ്യൂട്ട് ചെയ്യാം. Write an objective statement for each cycle. ഓരോ സൈക്കിളിനും വേണ്ട ഒരു ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ആ സൈക്കിൾ കഴിഞ്ഞാൽ എന്ത് റിക്വയർമെന്റ്സ് ആണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്ലോട്ട് ചെയ്യും. Assign primary components to each cycle. ഓരോ സൈക്കിളിന് വേണ്ട പ്രൈമറി കോമ്പോണൻസ് അസൈൻ ചെയ്യാം. Develop a project task list. പ്രൊജക്റ്റിൽ നമ്മൾ ചെയ്യേണ്ട ടാസ്കുകളുടെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. റിവ്യൂ സക്സസ് ഓഫ് എ സൈക്കിൾ. ഓരോ സൈക്കിളും കഴിഞ്ഞാൽ ആ സൈക്കിളിനെ കുറിച്ച് ഒരു റിവ്യൂ കണ്ടക്ട് ചെയ്യാം. പ്ലാൻ ദ നെക്സ്റ്റ് സൈക്കിൾ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സൈക്കിൾ പ്ലാൻ ചെയ്യാം. നോർമലി ചെയ്യുന്ന അഡാപ്റ്റീവ് സ്റ്റെപ്സ്. ആൻഡ് നെക്സ്റ്റ് മെത്തേഡ് ഇസ് ഫീച്ചർ ഡ്രിവൻ ഡെവലപ്മെന്റ്, FDD. Feature driven development was originally conceived by Peter Card and his colleagues as a practical process model for object-oriented software engineering. Object-oriented software engineering ന് വേണ്ടി പീറ്റർ കാർഡും കൊളീഗ്സും ഡെവലപ്പ് ചെയ്ത ഒരു മെത്തേഡാണ് ഫീച്ചർ ഡ്രിവൻ ഡെവലപ്മെന്റ് മെത്തേഡ്. Stephen Palmer and John Felsing have extended and improved Code's work, describing an adaptive agile process that can be applied to moderately sized and large software project. പിന്നീട് കോഡ് പ്രപ്പോസ് ചെയ്ത മെത്തേഡിനെ സ്റ്റീഫൻ പാമറും ജോൺ ഫെസ്ലിംഗും ഒന്ന് മോഡിഫൈ ചെയ്തു മീൻസ് അവർ അതിന് അഡാപ്റ്റീവ് സ്റ്റെപ്സ് ആഡ് ചെയ്യാൻ നോക്കി, അതേപോലെ എജൈൽ മെത്തേഡായിട്ട് എജൈൽ പ്രോസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനും നോക്കി. സോ ദാറ്റ് ഈ FDD ഫീച്ചർ ഡ്രിവൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഒരു മീഡിയം സൈസ് പ്രൊജക്റ്റിലും ലാർജ് സൈസ് പ്രൊജക്റ്റിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റി. FDD adopts a philosophy that emphasizes collaboration among people on the FDD team. FDD teamil oru collaboration venam. ഏത് agile method ആയാലും team members തമ്മിൽ ഒരു collaboration വേണം. Manages problem and project complexity using feature-based decomposition followed by integration of software increments. ഇവിടെയും പ്രൊജക്റ്റിന്റെ കോംപ്ലക്സിറ്റിയും അല്ലെങ്കിൽ അതിന്റെ പ്രോബ്ലം മാനേജ് ചെയ്യുന്നത് ഫീച്ചേഴ്സിനെ ഡിക്കമ്പോസ് ചെയ്തിട്ടാണ്. ആ ഒരു ഡിക്കമ്പോസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഇൻക്രിമെന്റ് കഴിഞ്ഞാൽ ഓരോ സൈക്കിൾ കഴിഞ്ഞാൽ ഓരോ ഇൻക്രിമെന്റ്സ് ഡെലിവർ ചെയ്യുന്നതാണ്. അതിന് നമ്മൾ ആദ്യം ഫീച്ചേഴ്സിനെ ഡിക്കമ്പോസ് ചെയ്യും. സോ ഓരോ സൈക്കിൾ കഴിഞ്ഞാൽ ഓരോ ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കും. അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് പോകും. അതാണ് integration of software. Initially decomposition, then integration. Communication of technical detail using verbal, graphical and text-based means. ഇവിടെ ടീം മെമ്പേഴ്സോ അല്ലെങ്കിൽ ടീമും കസ്റ്റമേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം ചെയ്യുന്നത് വെർബലി വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വഴി ചെയ്യാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബേസ്ഡ് മീൻസ് ആയിട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഫിലോസഫീസ് ആണ് നോർമലി FDD അഡോപ്റ്റ് ചെയ്യുന്നത്. Next, FDD quality assurance activity. FDD emphasizes software quality assurance activities by encouraging an incremental development strategy. ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി ഇൻക്രിമെന്റൽ ഡെവലപ്മെന്റ് സ്ട്രാറ്റജിയാണ്. അതായത് ഓരോ സൈക്കിൾ കഴിഞ്ഞാൽ ഓരോ ഇൻക്രിമെന്റ്സ്
ഡെലിവർ ചെയ്യും, അൾട്ടിമേറ്റ്ലി ഇൻക്രിമെന്റ്സിനെ എല്ലാം ഇന്റർഗ്രേറ്റ് ചെയ്യും. ദ യൂസ് ഓഫ് ഡിസൈൻ ആൻഡ് കോഡ് ഇൻസ്പെക്ഷൻ, ഇവിടെ ഡിസൈനും കോഡും ഇൻസ്പെക്ട് ചെയ്യും. ദ ആപ്ലിക്കേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷ്വറൻസ് ഓഡിറ്റ്, അതേപോലെ ഇടയിൽ ഓഡിറ്റ്സ് കണ്ടക്ട് ചെയ്യും. ഈ സോഫ്റ്റ്വെയർ ക്വാളിറ്റിയിലെ അഷ്വറൻസ് എംഫസൈസ് ചെയ്യാനാണ് ഓഡിറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നത്. FDD feature. What is feature in the context of FDD? എന്നാണ് ഈ സ്ലൈഡിൽ പറയാൻ പോണേ. In the context of FDD, feature is a client valued function that can be implemented in 2 weeks or less. ക്ലയന്റ് ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്ന, ക്ലയന്റിന് നീഡഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാലിറ്റിനെയാണ് നമ്മൾ ഫീച്ചർ എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷനാലിറ്റി 2 വീക്സോ അതിൽ കുറവോ ആയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റണം. അങ്ങനത്തെ ഓരോ ഫംഗ്ഷൻസിനെയും FDD കോണ്ടെക്സ്റ്റിൽ ഫീച്ചർ എന്നാണ് പറയുക. ഫീച്ചർ പ്രൊവൈഡ്സ് എ ഫോളോയിങ് ബെനിഫിറ്റ്സ്. ക്വാളിറ്റീസ് ഓഫ് ഫീച്ചർ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് ഫീച്ചർ ആണ് പറയാൻ പോകുന്നത്. ഫീച്ചേഴ്സ് ആർ സ്മോൾ ബ്ലോക്സ് ഓഫ് ഡെലിവറബിൾ ഫംഗ്ഷനാലിറ്റി. ചെറിയ ബ്ലോക്സ് ഓഫ് ഡെലിവറബിൾ ഫംഗ്ഷനാലിറ്റിനെയാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. യൂസേഴ്സ് ക്യാൻ ഡിസ്ക്രൈബ് ദം മോർ ഈസിലി. ചെറിയ ബ്ലോക്സ് ആയതുകൊണ്ട് തന്നെ യൂസേഴ്സിനെ പെട്ടെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അണ്ടർസ്റ്റാൻഡ് ഹൗ ദേ റിലേറ്റ് ടു വൺ അനദർ. ആ ഫീച്ചേഴ്സ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ബെറ്റർ റിവ്യൂ ദം ഫോർ ആംബിഗ്വിറ്റി, എറർ ഓർ ഒമിഷൻസ്. അതേപോലെ ഈ ഫീച്ചേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യലും ഈസിയാണ്. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുമ്പോൾ ആംബിഗ്വിറ്റി, എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒമിറ്റ് ചെയ്യാം. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാം. ഇതെല്ലാം ചെയ്യൽ ഈസിയാണ്. ഇതാണ് ബെനിഫിറ്റ്സ് ഓഫ് ഫീച്ചേഴ്സ്. ക്ലയന്റ് വാല്യൂ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാലിറ്റിനെയാണ് ഫീച്ചർ എന്ന് FDD കോണ്ടെക്സ്റ്റിൽ പറയുന്നത്. Features can be organized into hierarchical business related grouping. ഈ ഫീച്ചേഴ്സിനെ നമുക്കൊരു hierarchical പാറ്റേണിൽ വേണമെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാം. Since feature is FDD deliverable software increment, team develop operational features every 2 weeks. ഇതിലെ ഏതെങ്കിലും ഫീച്ചേഴ്സ് എടുത്ത് പ്രയോറിറ്റി ബേസ്ഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, ഹൈറാർക്കിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിലെ ആ പെർട്ടിക്കുലർ 2 വീക്സിലെ ഒരു ഫീച്ചർ എടുത്ത് അതിനെ ഡെലിവറബിൾ ഓപ്പറേഷണൽ ഫീച്ചർ ആയിട്ട് കൺവേർട്ട് ചെയ്യലാണ് FDD ടീമിന്റെ ഇന്റൻഷൻ. ഓരോ 2 വീക്സിലും ഓരോ ഫീച്ചറിനെ ഓപ്പറേഷണൽ ഫീച്ചർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. Because features are small, their design and code representations are easier to inspect effectively. ഈ ഫീച്ചേഴ്സ് സ്മോൾ ബ്ലോക്സ് ആണ് നേരത്തെ പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ ചെറിയ ഫംഗ്ഷനാലിറ്റീസ് ആണ് നമ്മൾ ഫീച്ചേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡിസൈനും കോഡിങ്ങും ഒന്നും അത്ര കോംപ്ലെക്സ് അല്ല, ഇഫക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും 2 weeks ടൈം സ്പാനിൽ. Project planning, scheduling and tracking are driven by feature hierarchy. Feature hierarchy projectന്റെ പ്ലാനിങ്, ഷെഡ്യൂളിംഗ് എല്ലാം അതേപോലെ അതിന്റെ പ്രോഗ്രസ് എല്ലാം ട്രാക്ക് ചെയ്യും. So this is a diagram showing how FDD works. Develop an overall model. Build a feature list. ഇവിടെയാണ് നമ്മൾ ഫീച്ചർ ലിസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്. A list of features ഗ്രൂപ്പ് ചെയ്യാം, അങ്ങനെ ഫീച്ചർ ലിസ്റ്റ് ബിൽഡ് ചെയ്യാം. പ്ലാൻ ബൈ ഫീച്ചർ, ഓരോ ഫീച്ചർ ഇതിൽ എടുത്തിട്ട് പ്ലാൻ ചെയ്യാം. Then എന്ത് ചെയ്യാം, ആ പ്ലാൻ ചെയ്തതിന് 2 weeks ടൈം പീരീഡിൽ ഡിസൈൻ ചെയ്യാം, ബിൽഡ് ചെയ്യാം. ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ കസ്റ്റമർക്ക് അതൊരു ഓപ്പറേഷണൽ ഫീച്ചർ ആയിട്ട് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റണം. So in this slide again we will see the 5 FDD process activities. നേരത്തെ ഡയഗ്രാം വെച്ച് കണ്ട ആക്ടിവിറ്റീസ് ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. First one, develop an overall model. ആ ഒരു ഓവറോൾ മോഡൽ നമ്മൾ ഡെവലപ്പ് ചെയ്യും. അവിടെ നമ്മൾ പ്രൊഡ്യൂസ് ക്ലാസ് ആൻഡ് സീക്വൻസ് ഡയഗ്രാം ഫ്രം ദ ചീഫ് ആർക്കിടെക്ട്, മീറ്റിംഗ് വിത്ത് ഡൊമെയിൻ എക്സ്പേർട്സ് ആൻഡ് ഡെവലപ്പേഴ്സ്. ഈ ഓവറോൾ മോഡൽ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 ഡയഗ്രാംസ് ആണ് മെയിൻലി ഡെവലപ്പ് ചെയ്യുക, ക്ലാസ് ഡയഗ്രാം, സീക്വൻസ് ഡയഗ്രാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ വീഡിയോയിൽ വരുന്നുണ്ട്. ബിൽഡ് എ ഫീച്ചർ ലിസ്റ്റ്. ആ പ്രോജക്റ്റിന് വേണ്ട ഫീച്ചേഴ്സിന്റെ യൂസർ വാല്യൂഡ് ഫങ്ഷൻസിന്റെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. ആ ഫീച്ചർ ലിസ്റ്റിലെ ഓരോ ഫീച്ചറും നമുക്ക് 2 weeks ടൈം സ്പാനിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റണം, അതാണ് നോക്കേണ്ടത്. പ്ലാൻ ബൈ ഫീച്ചർ, ഓരോ ഫീച്ചേഴ്സ് എടുത്ത് പ്ലാൻ ചെയ്യാം. ദെൻ ഡിസൈൻ ദ ഫീച്ചർ, ഒരു ഡയഗ്രാം, സീക്വൻസ് ഡയഗ്രാം പോലത്തെ ഡയഗ്രാം ഒക്കെ ഇലോബറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ബിൽഡ് ദ ഫീച്ചർ, ദെൻ ആ ഫീച്ചറിനെ കോഡ് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം, ഒരു ഇൻക്രിമെന്റൽ ഫോം ആയിട്ട്
യൂസർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റണം. ഇത്രയുമാണ് FDD ആക്ടിവിറ്റി. നെക്സ്റ്റ് മെത്തേഡ് ലീൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. Lean software development has adapted the principles of lean manufacturing to the world of software engineering. Lean manufacturing principles, software engineering principles in the world adapt the method ആണ് lean software development. The lean principles that inspire the LSD process can be summarized as എന്താണ് ഈ lean principles, lean manufacturing principles എന്നാണ് പറയാൻ പോകുന്നത്. Eliminate waste, build quality in, create knowledge, defer commitment, deliver fast, respect people, optimize the whole. Waste eliminate ചെയ്യാം, high quality product develop ചെയ്യാൻ പറ്റുക, knowledge create ചെയ്യാൻ പറ്റുക, commitment, super commitment ആകണം team members തമ്മിൽ. Then delivery should be fast, short span നമുക്ക് deliver ചെയ്യാൻ പറ്റണം. Team members തമ്മിൽ respect ഉണ്ടാകണം and overall the whole thing optimized ആയിരിക്കണം. ഈ ലീൻ പ്രിൻസിപ്പിൾസ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ നോക്കിയ ഒരു മോഡലിനെയാണ് ലീൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മോഡൽ എന്ന് പറയുന്നത്. എലിമിനേറ്റ് വേസ്റ്റ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. Adding no extraneous features or functions. Unwanted features or functions ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. Needed things മാത്രമാണ് ആഡ് ചെയ്യുന്നത്. Assessing the cost and schedule impact of any newly requested requirement. ഒരു പുതിയ റിക്വയർമെന്റ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റും ഷെഡ്യൂളിൽ വരുന്ന ചേഞ്ചസും എല്ലാം അസസ് ചെയ്യും. റിമൂവിങ് എനി സൂപ്പർഫ്ലോസ് പ്രോസസ് സ്റ്റെപ്സ്. എന്തെങ്കിലും അൺവാണ്ടഡ് പ്രോസസ് സ്റ്റെപ്സ് അല്ലെങ്കിൽ ഒരുപാട് നീണ്ടു നിൽക്കുന്നതോ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ് സ്റ്റെപ്സിനെ റിമൂവ് ചെയ്യാം. എസ്റ്റാബ്ലിഷിംഗ് മെക്കാനിസംസ് ടു ഇംപ്രൂവ് ദ വേ ടീം മെമ്പേഴ്സ് ഫൈൻഡ് ഇൻഫോർമേഷൻ. ടീം മെമ്പേഴ്സ് എങ്ങനെയാണ് ഇൻഫോർമേഷൻസ് ഫൈൻഡ് ചെയ്യുന്നത്, ആ മെക്കാനിസത്തിലൊക്കെ വേണമെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ് വരുത്താം. എൻഷുറിംഗ് ടെസ്റ്റിംഗ് finds as many errors as possible. ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ മാക്സിമം എറേഴ്സ് ഫൈൻഡ് ചെയ്യാനും അത് റെക്ടിഫൈ ചെയ്യാനുമാണ് നോക്കേണ്ടത്. Reducing time required to request and get a decision that affects the software or the process that is applied to create it. എപ്പോഴും ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്ത് അതിന്റെ ഡിസിഷൻ മേക്കിങ്ങിനുള്ള ടൈം സ്പാൻ വളരെ ഷോർട്ട് ആയിരിക്കണം. ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റണം. അതേപോലെ എന്ത് റിക്വസ്റ്റ് ചെയ്താലും വളരെ ഫാസ്റ്റ് ആയിട്ട് അത് ഡെലിവർ ചെയ്യാനും ടീം മെമ്പേഴ്സിന് പറ്റണം. Streamlining the manner in which the information is transmitted to all stakeholders involved in the process. Information flow എങ്ങനെയാണെന്നുള്ളത് ഒന്ന് മോണിറ്റർ ചെയ്യണം. അതൊരു സ്ട്രീംലൈൻ മാനറിൽ വേണം ഇൻഫോർമേഷൻ ഫ്ലോ വേണ്ടത്. ഇത്രയും കാര്യങ്ങൾ മോണിറ്റർ ചെയ്താൽ വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. Agile modeling. Agile modeling is a practice-based methodology for effective modeling and documentation of software-based system. സോഫ്റ്റ്വെയർ ബേസ്ഡ് സിസ്റ്റം മോഡൽ ചെയ്യാനും ഡോക്യുമെന്റ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ബേസ്ഡ് മെത്തേഡിനെയാണ് Agile modeling എന്ന് പറയുന്നത്. Agile modeling is a collection of values, principles and practices for modeling software. ഒരു സോഫ്റ്റ്വെയർ മോഡൽ ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് വേണ്ട കുറെ വാല്യൂസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസിന്റെ ഒരു കളക്ഷൻ ആണ് Agile modeling. അപ്പൊ ഇതിൽ പറയുന്ന വാല്യൂസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്താൽ വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. Agile models are more effective than traditional models. Traditional modelsനേലും എന്തുകൊണ്ടും ഇഫക്റ്റീവ് Agile models ആണ്. Agile modeling unique എന്ന് പറയുന്നതിന്റെ കുറച്ച് റീസൺസ് ആണ് പറയുന്നത്. Model with a purpose, use multiple models, travel light, content is more important than presentation, know the models and tools that you use to create them, adapt locally. സോ ഒരു പെർട്ടിക്കുലർ പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോഡലിംഗ് ചെയ്യുന്നത്. സിമ്പിൾ ആയിരിക്കണം, കണ്ടന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൽസും ടൂൾസിനെയും കുറിച്ച് നല്ല നോളജ് ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് യുണീക്നെസ് ആയിട്ട് പറയുന്നത്. Agile Unified Process. The Agile Unified Process adopts serial in the large and iterative in the small philosophy for building computer-based system. Computer-based system develop ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മോഡലാണ് Agile Unified Process. Large projectsന് serial nature follow ചെയ്യാമെന്ന് പറയുന്നു. Small projectsന് iterative nature. By adopting classical UP-phased activity, the Unified Process activities like inception, elaboration, construction and transition, ആ
യൂണിഫൈഡ് പ്രോസസ് ആക്ടിവിറ്റീസും ഇവിടെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്, AUP അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. AUP provides a serial overlay that enables a team to visualize the overall process flow for the software project. Projectന് വേണ്ട overall flow visualize ചെയ്യാൻ വേണ്ടി a traditional unified process phase activity തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. Then AUP iteration activity. Serial ആണെങ്കിൽ നേരത്തെ പറഞ്ഞ iteration activitiesൽ വരുന്ന activities ആണ് ഇവിടെ പറയുന്നത്. Modeling. A UML representation of business and problem domains are created. നമ്മളുടെ പ്രോബ്ലത്തിന്റെ ഒരു representation UML diagrams ഒക്കെ വെച്ച് create ചെയ്യുന്നു. Implementation. Models are translated to source code. Testing. Errors ഉണ്ടോ, uncovered errors ഉണ്ടെങ്കിൽ അത് identify ചെയ്യുക, correct ചെയ്യുക. Deployment. Deliver a software increment. ഒരു software increment deploy ചെയ്യുക. Configuration and project management. Configurationൽ വേണ്ട changes address ചെയ്യുക, അതിന്റെ risk management ചെയ്യുക. അതേപോലെ project management ചെയ്യുക. അതാണ് configuration project management ചെയ്യുന്നത്. Progress of the project. അതുപോലെ project activities എല്ലാം coordinate ചെയ്യല്. Environment management. Coordinates a process infrastructure that includes standard tools and other support technology. ആ project developmentന് വേണ്ട ടൂൾസും സ്റ്റാൻഡേർഡ്സും എല്ലാം ഒന്ന് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുക. ഇത്രയുമാണ് AUP iteration activity. സീരിയൽ ഓർ iteration പറ്റും. സീരിയലിൽ നമുക്ക് ആ ട്രഡീഷണൽ യൂണിഫൈഡ് പ്രോസസ് ഫേസ്ഡ് ആക്ടിവിറ്റീസ് നോക്കിയാൽ മതി. ഇവിടെ iteration activities ഏതൊക്കെയാന്ന് ജസ്റ്റ് പറഞ്ഞു പോയെന്നുള്ളൂ. ഈ എല്ലാ ആക്ടിവിറ്റീസും ഓൾമോസ്റ്റ് എല്ലാ പ്രോസസ് മോഡലിലും വരുന്നത് തന്നെയാണ്. ജസ്റ്റ് ടെർമിനോളജീസിന്റെ ഓർഡർ മാത്രമാണ് ഒന്ന് മോണിറ്റർ ചെയ്യേണ്ടത്. So that's the end of almost all agile process model in our syllabus. Thank you for watching.